ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ 8ാം ക്ലാസ്സിലെ മാത്സ് പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം തുകയുടെ വർഗം എന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു സമവാക്യമാണ് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം. നമുക്ക് സമവാക്യം നോക്കാം. a+b² = a² + b² + 2ab. ഇതാണ് സമവാക്യം. അപ്പോൾ ഈ ഒരു സമവാക്യത്തെയും നമ്മൾ ആദ്യത്തെ സമവാക്യത്തെ ചെയ്ത പോലെ തന്നെ ചതുരം വെച്ചിട്ട് വിശദമാക്കാൻ കഴിയും. അപ്പോൾ അത് ഞാൻ വിശദമാക്കി തരാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എ യൂണിറ്റ് നീളവും എ യൂണിറ്റ് വീതിയും ഉള്ള ഒരു സമചതുരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബി യൂണിറ്റ് നീളവും ബി യൂണിറ്റ് വീതിയും കൂട്ടി. അപ്പോൾ നമുക്ക് ഒരു വലിയ സമചതുരം കിട്ടി. ഇനി നമുക്ക് ഇവിടെ എ എന്ന് എഴുതാം, ഇവിടെ എ എന്ന് എഴുതാം, ഇവിടെ ബി, ഇവിടെ ബി. ഓക്കെ. ഇനി ഈ ഒരു വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ മാർഗം എന്താണെന്ന് വെച്ചാൽ a+b × a+b × a+b. അതിനെ പറയുന്ന പേരാണ് a+b². അപ്പോൾ നമുക്കിവിടെ എഴുതാം a+b², അതായത് a+b × a+b. ഇനി പരപ്പളവ് കാണാനുള്ള മറ്റൊരു മാർഗമാണ് ഈ ചെറിയ 4 ചതുരങ്ങളുടെ പരപ്പളവുകൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ ഓരോ ചെറിയ ചതുരത്തിൻ്റെയും പരപ്പളവ് നമുക്കിവിടെ എഴുതാം. അപ്പോൾ ഇവിടെ ഇവിടെ ഒരു വശം എ, ഒരു വശം ബി. അപ്പോൾ എ ബി ആണ്, എ ബി. ഇവിടെ രണ്ട് വശവും എ ആണ്, അപ്പോൾ a². ഇവിടെ രണ്ട് വശവും ബി ആണ്, അതുകൊണ്ട് b², b × b, b². ഇവിടെ ഒരു വശം എ, ഒരു വശം ബി, ഇവിടെ എ ബി. ഓക്കെ. ഇനി ഇവ തമ്മിൽ പ്ലസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പ്ലസ് ചെയ്ത് എഴുതാം. ആദ്യം a² + b² പ്ലസ് പിന്നെ 2ab ഉണ്ട്, ab + ab, അപ്പം 2ab. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സമവാക്യം. അപ്പോൾ ഇങ്ങനെയാണ് ചതുരം വെച്ചിട്ട് ഈ ഒരു സമവാക്യത്തെ വിശദീകരിക്കാൻ കഴിയുക. ഇനി ഈ ഒരു സമവാക്യത്തിന് ഒരു ഡെഫിനിഷൻ കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ട് അതിസംഖ്യകളുടെ തുകയുടെ വർഗ്ഗം, അതായത് a+b². രണ്ട് അതിസംഖ്യകളുടെ തുകയാണ് a+b, അതിൻ്റെ വർഗ്ഗം a+b². ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെയും ഗുണനഫലത്തിൻ്റെ 2 മടങ്ങിനെയും തമ്മിൽ കൂട്ടുക. സംഖ്യകളുടെ വർഗ്ഗങ്ങൾ, അതായത് a²ഉം b² കൂട്ടുക, കൂടാതെ അതിൻ്റെ കൂടെ ഗുണനഫലത്തിൻ്റെ 2 മടങ്ങും കൂട്ടുക. അപ്പോൾ നമുക്ക് എഴുതാം. ആദ്യം a² + b² പ്ലസ് പിന്നെ പറഞ്ഞത് എയും ബിയും ഗുണിച്ചതിൻ്റെ 2 മടങ്ങ് എന്നാണ്, അതായത് 2ab. ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു സമവാക്യത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്, 103². ഇതിനെ നമ്മൾ 103², ഇതിനെ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു സമവാക്യം വെച്ചിട്ട് സോൾവ് ചെയ്യണം. അതായത് 103² കാണണം നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു സമവാക്യം വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഇതിപ്പോൾ 103 എന്നത് 2 ആദ്യസംഖ്യകളുടെ തുകയാണ്. അപ്പോൾ 103നെ 2 ആദ്യസംഖ്യകളാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് 100 + 3 എന്നാക്കി മാറ്റാം. 100 + 3, പിന്നെ സ്ക്വയറുണ്ട്, ² ഇനി ആ ക്രിയകളൊക്കെ ചെയ്യാം. അപ്പോൾ a+b² ആയി. ഇനി സമം a² + b² + 2ab. അപ്പോൾ ഇവിടെ a 100 ആണ്, അപ്പോൾ a² 100² പ്ലസ് b² 3 ആണ്, അപ്പോൾ 3² പ്ലസ് 2ab 2 × 100 × 3, 100 × 3. ഓക്കെ. ഇനി ഇത് ലഘൂകരിക്കാം. അപ്പോൾ 100ൻ്റെ സ്ക്വയർ 10,000 ആണ്, 10,000 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 2 × 100 × 3. അപ്പോൾ 2 × 3 6, 6 × 100 600. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്യാം. 10,000 9 600, 10,000 + 600 10,600
പ്ലസ് 9 10609. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ അത് എഴുതാം 10609. ഇതാണ് ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം 1001 ഹോൾ സ്ക്വയർ. ഇതിനെ ഇതുപോലെ രണ്ട് ആദ്യ സംഖ്യകളാക്കാം. അപ്പം 1000 പ്ലസ് 1 ഓക്കെ ഹോൾ സ്ക്വയർ സമം 1000 സ്ക്വയർ. ആദ്യം എ ആണ് 1000 പ്ലസ് ബി 1 ആണ്, അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി 1000 ഇൻറ്റു 1 1000 ഇൻറ്റു 1 ഓക്കെ. ഇനി 1000 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പോൾ 10 ലക്ഷം എഴുതാം പ്ലസ് 1 സ്ക്വയർ 1 പ്ലസ് 2 ഇൻറ്റു 1000 2000 ഇൻറ്റു 1 2000 2000 ഇൻറ്റു 1 2000 അപ്പോൾ 2000. ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്യാം. 10 ലക്ഷം പ്ലസ് 2000 10 ലക്ഷത്തി 2000 പ്ലസ് 1 10 ലക്ഷത്തി 2001. നമുക്ക് എഴുതാം 10 ലക്ഷത്തി 2001. ഇതാണ് ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം 502 ഹോൾ സ്ക്വയർ സമം 500 പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇനി ക്രിയകളൊക്കെ ചെയ്യാം. ആദ്യം 500 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 500 ഇൻറ്റു 2. അപ്പോൾ 500 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2,50,000 ആണ്. 2,50,000 പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ് പ്ലസ് 2 ഇൻറ്റു 500 1000 1000 ഇൻറ്റു 2 2000 ഓക്കെ. അപ്പോൾ 2000 എഴുതാം. ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്യാം. 2,50,000 പ്ലസ് 2000 2,52,000 പ്ലസ് 4 2,52,004 2,52,004. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം വെറൈറ്റിയാണ്. പൂർണ്ണസംഖ്യകളല്ല, ഭിന്നസംഖ്യകളുടെ ഒരു സംഖ്യയാണ്. അപ്പോൾ 20 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് 20 പ്ലസ് 1/2 എന്ന് എഴുതാം ഹോൾ സ്ക്വയർ സമം ആദ്യം 20ൻ്റെ സ്ക്വയർ 20 സ്ക്വയർ പ്ലസ് 1/2ൻ്റെ സ്ക്വയർ 1/2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 1/2 ഇനി ക്രിയകൾ ചെയ്യാം. അപ്പോൾ 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 പ്ലസ് 1/2 സ്ക്വയർ കാണാൻ ആദ്യം 2ൻ്റെ സ്ക്വയർ കാണാം 4 പിന്നെ 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ 1/4 ആണ്. പ്ലസ് ഈ ക്രിയ ചെയ്യാൻ ഇവിടെ 2 ഉണ്ട്, താഴത്ത് 2 ഉണ്ട്. അപ്പോൾ അവ തമ്മിൽ വെട്ടുക. പിന്നെ ബാക്കിയുള്ളത് 20 ഇൻറ്റു 1 ആണ്. 20 ഇൻറ്റു 1 സമം 20. അപ്പോൾ ഇവിടെ ഈ സംഖ്യകളൊക്കെ കിട്ടി. ഇനി നമുക്ക് ഇവ തമ്മിൽ ആഡ് ചെയ്യാം. 400 പ്ലസ് 20 420 പ്ലസ് 1/4. അപ്പോൾ 420 1/4. ഇതാണ് ആൻസർ. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യവും നേരത്തെ പോലെ തന്നെ ഒരു ചോദ്യമാണ്. 10 1/2 ഹോൾ സ്ക്വയർ. ഇതിന് നമുക്ക് 10 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ ആദ്യം 10ൻ്റെ സ്ക്വയർ 10 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ 1/2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 1/2 ഓക്കെ. ഇനി 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 1/2ൻ്റെ സ്ക്വയർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 1/4 പ്ലസ് ഈ ക്രിയ ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ 2 ഉണ്ട്, താഴത്ത് 2 ഉണ്ട്. അപ്പോൾ അവ രണ്ടും വെട്ടുക. പിന്നെ 10 ഇൻറ്റു 1 ആണ് ബാക്കിയുള്ളത്. 10 ഇൻറ്റു 1 10. എന്നിട്ട് ഇവ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പം 100 പ്ലസ് 10 110 പ്ലസ് 1/4
110 1/4. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ സമവാക്യങ്ങൾ വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഇത് ആ സമവാക്യത്തോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്, മറ്റൊരു ചോദ്യമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഇതുപോലെയുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. 1 1/2, 2 1/2, 3 1/2 തുടങ്ങിയ സംഖ്യകളുടെ പൊതുവായ ഏതെങ്കിലും രീതിയുണ്ടോ? അതായത് തുടങ്ങിയ സംഖ്യകളെ ആ ഒരു സമവാക്യം വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ള പൊതുവായിട്ടുള്ള എന്തെങ്കിലും രീതി ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇത് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കാണാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സംഖ്യകൾ സോൾവ് ചെയ്ത് നോക്കണം. അതിന് ശേഷമാണ് ആൻസർ കാണാൻ കഴിയുക. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സംഖ്യ സോൾവ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം 1 1/2 ഹോൾ സ്ക്വയർ ഈ സംഖ്യ എടുത്തു. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം 1 + 1/2 ഹോൾ സ്ക്വയർ സമം 1 സ്ക്വയർ + 1/2 സ്ക്വയർ പ്ലസ് 2 × 1 × 1/2. അപ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 പ്ലസ് ഈ രണ്ടും വെട്ടി 1 × 1 1 സമം 1 + 1 2 പ്ലസ് 1/4. അപ്പോൾ 2 1/4 അതിൻ്റെ ആൻസർ കിട്ടി. ഇനി മറ്റൊരു സംഖ്യ കൂടി നമുക്കിതുപോലെ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് 2 1/2 ആണ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ 2 + 1/2 അങ്ങനെ എഴുതാം. ഇനി ആദ്യം 2ൻ്റെ സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 2 × 1/2. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 1/2 സ്ക്വയർ 1/4 പ്ലസ് ഈ രണ്ടും വെട്ടിപ്പോയി 2 × 1 2 സമം 4 + 2 6 പ്ലസ് 1/4 6 1/4. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്ത അതേ ക്രിയ ബീജഗണിതം ഉപയോഗിച്ചിട്ട് തെളിയിക്കാനാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന സംഖ്യ x + 1/2 ഹോൾ സ്ക്വയർ സമം x + 1/2 ഹോൾ സ്ക്വയർ തന്നെയാണ് സമം ആദ്യം x² + 1/2 സ്ക്വയർ പ്ലസ് 2 × x × 1/2. ഓക്കെ, അപ്പോൾ x² എന്ന് പറഞ്ഞാൽ x² തന്നെയാണ് പ്ലസ് 1/2 സ്ക്വയർ സമം 1/4 പ്ലസ് ഈ രണ്ടും വെട്ടി പിന്നെ x × 1 x. അപ്പോൾ ഇതിനെ നമുക്ക് ഇതുപോലെ എഴുതാം. x പ്ലസ് ഈ x ഇങ്ങോട്ട് ഇട്ടു x² ഒരു ക്രമം മാറ്റി എന്നുള്ളൂ, വേറെ വ്യത്യാസം വരുന്നില്ല. പ്ലസ് ഇവിടെ 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അത് എന്നിട്ട് ഇവിടെ ഇറക്കിയിടാം 1/4. അപ്പോൾ ഇവിടെ നമുക്ക് x + x² എന്ന് കാണാൻ കഴിയും. x + x² എന്ന് പറഞ്ഞാൽ x × x + 1 ആണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. ഇനി പ്ലസ് 1/4. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അതായത് 1 1/2 2 1/2 3 1/2 ഇങ്ങനെയുള്ള സംഖ്യകളുടെ വർഗ്ഗം കാണാനുള്ള ഒരു പൊതു തത്വം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറയാം. ഇത്തരം സംഖ്യകളുടെ അതായത് 1 1/2 ഇത്തരം സംഖ്യകളുടെ വർഗ്ഗം കാണാൻ പൂർണ്ണസംഖ്യാ പദത്തിനെ അതിൻ്റെ തൊട്ടടുത്തുള്ള എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ച് 1/4 കൂട്ടിയാൽ മതി. അതായത് പൂർണ്ണസംഖ്യാ പദം x ഇൻറ്റു അതിൻ്റെ തൊട്ട അടുത്തുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ x + 1 x × x + 1 പ്ലസ് 1/4 അതിനോട് 1/4 കൂട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു തത്വം ശരിയാണോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇവിടെ 1 ആണ് പൂർണ്ണസംഖ്യ. 1 × അതിൻ്റെ തൊട്ട അപ്പുറത്തെ സംഖ്യ 2 തൊട്ടടുത്തുള്ള എണ്ണൽ സംഖ്യ 2 ആണ്. 1 × 2 2 ഇവിടെ 2 പ്ലസ് 1/4 അതിനോട് 1/4 കൂട്ടുക. അപ്പോൾ 4 അപ്പോൾ 1/4. അപ്പോൾ അത് ശരിയായി. അതേപോലെ അടുത്തത് ഇവിടെ പൂർണ്ണസംഖ്യ 2 ആണ്. അപ്പോൾ 2നെ അതിൻ്റെ തൊട്ടടുത്തുള്ള എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള എണ്ണൽ സംഖ്യ 3. ഇനി അപ്പോൾ 2 × 3 6 അതിനോട് 1/4 കൂട്ടുക.
അതുതന്നെയാണ് ഇവിടെ ആൻസർ. അപ്പോൾ ഈ ഒരു തത്വം ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ലാംഗ്വേജ് സബ്ജക്ട്സ് അല്ലാത്ത ഏതൊരു വിഷയം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.